നമസ്കാരം. പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട ചില പൂർവ്വ മാതൃകകളെ വിശകലനം ചെയ്യുകയാണ്. ഏതൊരു പരീക്ഷയുമായിക്കോട്ടെ ഏതൊരു പരീക്ഷയുമായിക്കോട്ടെ പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടറ്റ് പരീക്ഷയുടെ മുൻ മാതൃകകൾ പരിശോധിക്കുമ്പോൾ ചില കോമൺ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ പാറ്റേണിൽ തന്നെയാണ് കാലങ്ങളായി ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത് അല്ലെ. പ്രായോഗിക വ്യാകരണവുമായി ബന്ധപ്പെട്ട പദശുദ്ധിയും വാക്യശുദ്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കോമൺ മാതൃകകൾ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മളെ പരീക്ഷയിലേക്കുള്ള വഴി അല്ലെ, പരീക്ഷയിലേക്കുള്ള വിജയം, പരീക്ഷയുടെ വിജയം ഇതൊക്കെയും സുഗമമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചില പൂർവ്വ മാതൃകകളെ പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതാ നോക്കൂ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കേവല വാക്യം ഏത്? അല്ലെ, സാധാരണ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അധികം ചോദിച്ചു കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു ഇത്. കേവല വാക്യം. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? വാക്യം എത്ര വിധത്തിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ വാക്യത്തിനെ അതിന്റെ രൂപത്തെയും അർത്ഥത്തെയും ഒക്കെ അനുസരിച്ച് പല തരത്തിൽ തിരിക്കാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഭജനങ്ങളിൽ ഒന്നാണ് കേവല വാക്യം, സങ്കീർണ വാക്യം, മഹാവാക്യം. പ്രധാനപ്പെട്ട വിഭജനങ്ങളിൽ ഒന്ന് കേവലവാക്യം, സങ്കീർണവാക്യം, മഹാവാക്യം. അപ്പൊ ഈ കേവലവാക്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടാൾക്കാരെ കൂടി അറിഞ്ഞിരിക്കണം. ഒന്ന് അങ്കിവാക്യം, രണ്ട് അങ്കവാക്യം. എന്താണ് അങ്കിവാക്യവും അങ്കവാക്യവും? അങ്കിവാക്യം എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഇല്ലെ, മറ്റാരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി ഒരർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന, പൂർണ്ണമായും ഒരർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന വാക്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്കിവാക്യം എന്ന് പറയുന്നത്. ഇല്ലേ, അച്ഛൻ ഉപദേശിച്ചു, അമ്മ വന്നു, ഞാൻ ചായ കുടിച്ചു, ഇത് പേനയാണ്. ഇങ്ങനെ പറയുന്ന സ്വതന്ത്രമായി നിൽക്കുന്ന, പൂർണ്ണമായ ഒരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന എല്ലാ വാക്യങ്ങളെയും നമ്മൾ എന്തു പറയും? അങ്കിവാക്യം എന്ന് പറയും. അങ്കിവാക്യം, അച്ഛൻ ഉപദേശിച്ചു. ഒരു ഉദാഹരണം കിടക്കട്ടെ അല്ലെ, ഒരു ഉപദേശിച്ചു. ഇനി ഈ അങ്കിവാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നയാളാണ് അങ്കവാക്യം. പൂർണ്ണതയില്ല. ആരുടെ ഒപ്പം ചേർന്നാലേ പൂർണ്ണാവുള്ളൂ? അങ്കിവാക്യത്തിന്റെ ഒപ്പം ചേർന്നാൽ മാത്രമേ പൂർണ്ണാവുള്ളൂ. അങ്കിവാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നയാളാണ് ഈ പറയുന്ന അങ്കവാക്യം. അച്ഛൻ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല. അച്ഛൻ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പൊ ഈ ഞാൻ സ്കൂളിൽ പോയില്ല എന്നുള്ളത് അങ്കവാക്യാണ്. ഞാൻ സ്കൂളിൽ പോയില്ല എന്നുള്ളത് അങ്കവാക്യാണ്. അപ്പൊ അങ്കവാക്യവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇവിടേക്ക് വരാം അല്ലെ. എന്താ കേവലവാക്യം? ആ ഒറ്റ അങ്കിവാക്യം മാത്രം അടങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിശദീകരണമൊന്നുമില്ല. ഒറ്റ അങ്കിവാക്യം മാത്രമാണ് ആ വാക്യത്തിനകത്തുള്ളത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും കേവലവാക്യം. ഇനി ഒരു അങ്കിവാക്യവും ഒന്നിലധികം അങ്കവാക്യങ്ങളും ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കും സങ്കീർണവാക്യം. അത് നമ്മൾ എന്ത് വിളിക്കും? സങ്കീർണവാക്യം. അടുത്ത നോക്കൂ, മഹാവാക്യം. എന്താ മഹാവാക്യം? ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ചേർന്നത്. എല്ലാ വാക്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഹാവാക്യം. അപ്പൊ വാക്യങ്ങൾ മൂന്ന് വിധത്തിലാണ്. ഒന്ന് കേവലവാക്യം അല്ലെ, പൂർണ്ണ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന സ്വതന്ത്രമായ ഒരു അങ്കിവാക്യം മാത്രമാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ കേവലവാക്യം എന്ന് വിളിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒറ്റ കാര്യത്തിൽ നമുക്ക് ഒറ്റ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? കേവലവാക്യം എന്ന് വിളിക്കും. രണ്ടാമതായി ഇതാ സങ്കീർണവാക്യം. എന്താ സങ്കീർണവാക്യം? ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കൂല. പിന്നെയോ ഒരു അങ്കിവാക്യവും ഉണ്ടാകും, ഒന്നിലധികം അങ്കവാക്യങ്ങളും ഉണ്ടാകും. അത്തരത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സങ്കീർണവാക്യം എന്ന് വിളിക്കുന്നത്. അവിടെയും തീരുന്നില്ല, മഹാവാക്യം എന്നൊരു വിഭാഗം കൂടിയുണ്ട് അല്ലെ. മഹാവാക്യത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? അങ്കിവാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കേവലവാക്യം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, അവൾ പുസ്തകം വായിച്ചു. ബി, മഴ പെയ്തപ്പോൾ പുഴകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഓപ്ഷൻ സി,
പരിസ്ഥിതിയുമായി സന്തുലിതത്വം പാലിക്കാതെ പ്രാകൃതികോർജം അമിതമായി ഉപയോഗിക്കുന്ന ശീലം അതിനെ ശവക്കുഴി തോണ്ടുന്നതിൽ എത്തിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, സാമൂഹിക ജീവിതത്തിലെ ജീർണതകൾ കാണുകയും അതിനെ തകഴി തന്റെ കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു. വളരെ സിമ്പിൾ ആണ് ഉത്തരത്തിലേക്ക് എത്താൻ അല്ലെ. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവും. ഏതാണ് ഉത്തരം? അവൾ പുസ്തകം വായിച്ചു. ഒറ്റ അങ്കിവാക്യം, അവൾ പുസ്തകം വായിച്ചു. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ഇനി വാക്യവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ അല്ലെ. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതാ ചോദ്യം. കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഈ വാക്യത്തിൽ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദമേത്? ചേർത്തിരിക്കുന്ന മതി കേട്ടോ. ചേർത്തിരിക്കുന്ന പദമേത്? കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഈ വാക്യത്തിലെ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ വ്യാകരണപരമായി കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി പഠിച്ചിട്ടുള്ളവയായിരിക്കും. നമുക്കൊന്ന് ഓർത്തു പോകാം ഇല്ലേ. ഒന്നാമതായി ഇല്ലേ, ശബ്ദത്തെ നമ്മൾ എത്രയായി തിരിക്കുന്നുണ്ട്? രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് വാചകം അല്ലെ, ഒന്ന് വാചകം, രണ്ട് ദ്യോതകം. ഈ ദ്യോതകം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വഴി ആവശ്യം വരും. അപ്പൊ ഒന്ന് വാചകം, ഒന്ന് ദ്യോതകം. ശബ്ദത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് വാചകവും രണ്ട് ദ്യോതകവും. എന്താ വാചകം? അർത്ഥമുള്ള പദങ്ങൾ. പേന, ബോർഡ്, അക്ഷരം, പെൻസിൽ, മല, മരം, കുന്ന് എന്നൊക്കെ പറയാണ്. എല്ലാത്തിനും അർത്ഥമുണ്ട് അല്ലെ. എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പോ അർത്ഥമുള്ള പദങ്ങളെയാണ് നമ്മൾ, അർത്ഥമുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ വാചകം എന്ന് വിളിക്കുന്നത്. അർത്ഥമുള്ളവരെല്ലാം വാചകങ്ങൾ. ഇനി അർത്ഥമില്ലാതെ വാചകത്തിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ വാചക ശബ്ദങ്ങളോട് ചേർന്ന് നിന്നാൽ മാത്രമേ അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ദ്യോതകം എന്ന് വിളിക്കുന്നത്. ദ്യോതകം അവിടെ നിൽക്കട്ടെ കേട്ടോ, ദ്യോതകം അവിടെ നിൽക്കട്ടെ. അപ്പൊ വാചകത്തിലേക്ക് നമ്മൾ പിന്നെയും വരുന്നു. അർത്ഥമുള്ള ആൾക്കാരാണ്, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവരെ നമ്മൾ പിന്നെയും മൂന്നായിട്ട് തിരിക്കും. നാമം, കൃതി, ഭേദകം. കേട്ടോ, നാമം, കൃതി, ഭേദകം. നാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരായ ശബ്ദം. എന്താ കൃതി? ക്രിയയെ അല്ലെങ്കിൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദം. ഓട്ടം, ചാട്ടം എന്നൊക്കെ പറയുന്നത് കൃതി അല്ലെ. ഇനി ഭേദകം എന്താ? ഭേദകം വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ, വിശേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് അല്ലെ. അപ്പോ ശബ്ദത്തിൽ നിന്ന് നമ്മൾ വന്നു അല്ലെ. ശബ്ദത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്, വാചകമെന്നും ദ്യോതകമെന്നും. വാചകങ്ങൾ മൂന്ന് വിധത്തിൽ, നാമം, കൃതി, ഭേദകം. എന്താ ഭേദകം? വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ഭേദകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭേദകങ്ങൾ പല വിധത്തിലുണ്ട്. അതിലെ മൂന്ന് തരമാണ് നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന് നാമവിശേഷണം, രണ്ട് ക്രിയാവിശേഷണം, മൂന്ന് വിശേഷണ വിശേഷണം. അത് മൂന്നും പഠിച്ചാൽ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടും. അപ്പൊ ഒന്നാമത്തെ ഭേദകത്തിനെ മൂന്നായി തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഭേദകത്തിനെ മൂന്നായി തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തേത് നാമവിശേഷണം. നാമപദത്തെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അത് നാമവിശേഷണം. കണ്ടോ, കുതിര ആണ് ഇവിടത്തെ നാമം. വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി അല്ലെ, ഓടിയാണ് പ്രവൃത്തി, ക്രിയ. അപ്പൊ നോക്കൂ, കുതിര എന്ന നാമപദത്തെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? വെറും കുതിരയല്ല, കറുത്ത കുതിര. കണ്ടോ, നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നാമവിശേഷണം ഉത്തരം നമുക്ക് കിട്ടി, കറുത്ത കുതിര. അപ്പൊ ഇവിടുത്തെ നാമവിശേഷണം കറുത്തയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇവിടുത്തെ ക്രിയാവിശേഷണം എന്താണ്? ഇവിടുത്തെ ക്രിയാവിശേഷണം എന്താണ്? രണ്ടാമത്തെ വിഭാഗം അതാണല്ലോ. മൂന്നാമത്തെ വിഭാഗം വിശേഷണ വിശേഷണമാണല്ലോ അല്ലെ. വിശേഷണത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് മൂന്നാമത്തേത് വിശേഷണ വിശേഷണമാണല്ലോ. അപ്പൊ ഇവിടുത്തെ ക്രിയാവിശേഷണം ഏതാണ്? വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി അല്ലെ, വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. അപ്പൊ ഓടി എന്നത് ക്രിയ അല്ലെ. ഈ ക്രിയയെ വേഗത്തിൽ ഓടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ വേഗത്തിൽ എന്നതിനെ നമുക്ക് വിളിക്കാം ക്രിയാവിശേഷണം. ക്രിയാവിശേഷണം. അപ്പൊ ഞാൻ ചോദിക്കും, ഇവിടുത്തെ വിശേഷണ വിശേഷണം ഏതാണ്? അല്ലെ, വേഗത്തിൽ ഓടി. കണ്ടോ,
വേഗത്തിൽ ഓടി. വേഗത്തിൽ ഓടി. അപ്പൊ ഇത് ക്രിയാവിശേഷണം ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ വേഗത്തിൽ എന്ന വിശേഷണത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ? വളരെ വേഗത്തിൽ ഓടി. കണ്ടോ? വിശേഷണം. ഇനി ചിലപ്പോ നമ്മൾ പറയും നല്ല കറുത്ത കുതിര, അല്ലെങ്കിൽ വലിയ കറുത്ത കുതിര എന്നൊക്കെ പറഞ്ഞാൽ ഇതും വിശേഷണങ്ങൾ തന്നെയാണ്. ഇവയും വിശേഷണങ്ങൾ തന്നെയാണ്. അപ്പൊ നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം ഇവയെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതാ ശൈലികൾ, ചൊല്ലുകൾ. സ്ഥിരം ചോദ്യമല്ലേ? സ്ഥിരം ചോദ്യ മാതൃകയാണല്ലോ. നോക്കൂ, കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ആശയം ഏത് എന്നതാണ് ചോദ്യം. ചെയ്ത കാര്യം മറന്നു പോവുക, കുറ്റം ചെയ്തിട്ട് സമ്മതിക്കാതിരിക്കുക, അന്യരുടെ മേൽ കുറ്റം ആരോപിക്കുക, കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. പെട്ടെന്ന് കിട്ടും ഇല്ലേ? കുളിക്കാതെ ഈറൻ ചുമക്കുക. കുളിച്ചിട്ടില്ല, പക്ഷെ കുളിച്ചവർക്ക് സമാനമായിട്ടുള്ള ഒരു ഈറൻ ചുമലിലുണ്ട് എങ്കിൽ എന്താണ് അതിന് ശരിയായ ഉത്തരമായിട്ട് വരിക? ചെയ്ത കാര്യം മറന്നു പോവുകയാണോ? അല്ല, ഒരിക്കലും ചേരുന്നില്ല. കുറ്റം ചെയ്തിട്ട് സമ്മതിക്കാതിരിക്കുക. അല്ലെ, ഇവിടെ കുറ്റം ചെയ്യലും സമ്മതിക്കാതിരിക്കുകയോ ഒന്നും ഇല്ല. അന്യരുടെ മേൽ കുറ്റം ആരോപിക്കുന്ന പരിപാടിയും ഇവിടെ ഇല്ല. കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. അല്ലെ, ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. അപ്പൊ ഒരുപാട് ശൈലികളും പഴഞ്ചൊല്ലുകളും ഇങ്ങനെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ചില പരീക്ഷയ്ക്ക് 2 ചോദ്യം വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? എന്തിന്റെ ചോദ്യമാണിത്? വാക്യശുദ്ധി. അല്ലെ, വാക്യശുദ്ധി. വാക്യത്തിന് പലതരത്തിലുള്ള ശുദ്ധികൾ വരാറുണ്ട്. പൗനരുക്ത്യം, അല്ലെ, അർത്ഥ പൗനരുക്ത്യം, ശബ്ദ പൗനരുക്ത്യം, പ്രക്രമഭംഗം, സമുച്ചയ നിപാത ദോഷം, ഗതിദോഷം, അങ്ങനെ കുറെ വാക്യശുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട്. അല്ലെ, അപ്പൊ നമുക്കിവിടെ ശരിക്കും എന്താ വേണ്ടത്? വാക്യശുദ്ധി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെ, അതിന്റെ ചോദ്യത്തിൽ ഉത്തരം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, നമ്മൾ അതിന്റെ തിയറി പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഒന്ന് അതിന്റെ തിയറി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇനി സപ്പോസ് തിയറി അറിയില്ല എന്നിരിക്കട്ടെ, നമുക്ക് വേറൊരാൾ നമ്മുടെ കയ്യിലുണ്ട്. ആരാണത്? അത് ലോജിക്ക് എന്ന് പറയുന്ന ഒരാളാണ്. അല്ലെ, ലോജിക്ക് എന്ന് പറയുന്ന ഒരാളാണ്. അല്ലെ, തിയറി കയ്യിലില്ലെങ്കിലും ഈ യുക്തി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന വാക്യശുദ്ധി. നമുക്ക് ചോദ്യം നോക്കാം. നോക്കൂ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. അപ്പൊ നിങ്ങൾ എൻ്റെ ഒപ്പം ആലോചിക്കണം കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോന്ന്. ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. ഓപ്ഷൻ സി, നടക്കുവാനും സംസാരിക്കാനോ അയാൾക്കു കഴിഞ്ഞില്ല. ഓപ്ഷൻ ഡി, പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ, വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ നോക്കൂ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട്. അല്ലെ, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ? മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ശരിക്കും അവിടെ പ്രശ്നമൊന്നുമില്ല. അല്ലെ, അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം ഇത് തന്നെയാണ്. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി, അവിടെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്നായിരുന്നെങ്കിലോ? അല്ലെ, മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്നായിരുന്നെങ്കിൽ അത് പ്രശ്നമായേനെ. സാധാരണ ചോദ്യ പേപ്പറുകളിൽ അത്തരം ഒരു ഉദാഹരണം കാണാറുണ്ട് നമ്മള്. മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്നായിരുന്നെങ്കിൽ തെറ്റായേനെ. പക്ഷേ അവിടെ എന്താ പറയണത്? മഹാകവിയുടെ അമ്മയുടെ ബാല്യത്തിലെ മരിച്ചുപോയി എന്നാ പറയണത്. അപ്പൊ അത് തെറ്റാണ്. പക്ഷെ ഇവിടെ കറക്റ്റ് ആണ്. മഹാകവി ബാലനായിരിക്കുമ്പോ മഹാകവിയുടെ ബാല്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടു പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കറക്റ്റ് ആണ്. നമ്മുടെ ഉത്തരവും ഇതാണ്. അപ്പൊ എന്തുകൊണ്ട് മറ്റു ഓപ്ഷൻസ് തെറ്റായി പോയി നമ്മൾ അറിയണല്ലോ. നോക്കൂ, ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. അപ്പൊ ഈ വാക്യശുദ്ധിയുടെ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പറയുന്ന പൗനരുക്ത്യം. അല്ലെ, പൗനരുക്ത്യം. എന്താ പൗനരുക്ത്യം അല്ലെങ്കിൽ പുനരുക്തി ദോഷം? ആവർത്തിച്ചു പറയുന്ന പരിപാടി. അല്ലെ, ആവർത്തിക്കൽ, റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു വാക്യത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്? പൗനരുക്ത്യമാണ്. അല്ലെ, ശബ്ദ പൗനരുക്ത്യം എന്നും അർത്ഥ പൗനരുക്ത്യം എന്നൊക്കെ നമ്മൾ അതിനെ തിരിക്കാറുണ്ട്. അപ്പൊ നോക്കൂ, ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. എടാ,
ഏകദേശം എന്ന് പറയുന്നത് തന്നെയാണ് ഓളം. ഈ പറയുന്ന ഏകദേശം, ഓളം എന്നിവ സമാന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഏതെങ്കിലും ഒരാളെ ഉപയോഗിച്ചാൽ മതി വാക്യത്തിൽ. ഒന്നുകിൽ പറയുക ഏകദേശം 100 പേർ, ഏകദേശം 100 പേർ സിനിമയ്ക്ക് പോയി എന്ന് പറയുക. അല്ലെങ്കിൽ പറയുക 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി എന്ന് പറയുക. ഏകദേശവും ഓളവും കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? നമ്മള് സമുച്ചയ നിപാത ദോഷം എന്ന് പറയും അല്ലെ? സമുച്ചയ നിപാത ദോഷം എന്ന് പറയും. എന്താ? സോറി, നിപാതം അല്ല കേട്ടോ, വികല്പമാണേ, വികല്പമാണേ, വികല്പം. ശരി, സമുച്ചയ വികല്പ ദോഷം എന്ന് പറയും. മാറിപ്പോണ്ട, സമുച്ചയ വികല്പ ദോഷം എന്നാണ് ഈ ദോഷത്തിന് പറയുക. എന്താ സംഗതി? സമുച്ചയം, വികല്പം തുടങ്ങിയ നിപാതങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ശബ്ദത്തിനെ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഈ ദ്യോതകങ്ങൾ പിന്നെയും തിരിയുന്നുണ്ട്. ഈ അർത്ഥമില്ലാത്ത വാചകത്തിന്റെ ഒപ്പം നിൽക്കുമ്പോൾ മാത്രം അർത്ഥം കിട്ടുന്ന ദ്യോതകങ്ങൾ പിന്നെയും തിരിയുന്നുണ്ട്. ഒന്ന് നിപാതം, രണ്ട് അവ്യയം. ജന്മനാൽ തന്നെ ദ്യോതകങ്ങളായ ശബ്ദങ്ങളെയാണ് നമ്മൾ നിപാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓ തുടങ്ങിയ ശബ്ദങ്ങളാണ് നിപാതങ്ങൾ. ഇതിൽ ഉമ്മിനെ നമ്മൾ സമുച്ചയ നിപാതം എന്ന് വിളിക്കും, ഓയെ നമ്മൾ വികല്പ നിപാതം എന്നും വിളിക്കും. ഇതിൽ ഉമ്മിനെ നമ്മൾ സമുച്ചയ നിപാതം എന്ന് വിളിക്കും, ഓയെ നമ്മൾ വികല്പ നിപാതം എന്നും വിളിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. അപ്പോ വാക്യ ശുദ്ധിയുടെ നിയമം അനുസരിച്ച് ഒരു തവണ നിങ്ങൾ സമുച്ചയ നിപാതമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാക്യത്തിൽ മുഴുവനും സമുച്ചയ നിപാതം ഉപയോഗിക്കണം. ഇനി ആദ്യം നിങ്ങൾ ഉപയോഗിച്ചത് വികല്പ നിപാതമാണെങ്കിൽ ആ വാക്യത്തിൽ മുഴുവൻ നിങ്ങൾ വികല്പ നിപാതം ഉപയോഗിക്കണം. ഇവിടെ നോക്കിയേ, ദാ കിടക്കുന്ന ഒരു സമുച്ചയ നിപാതം, ദാ കിടക്കുന്ന ഒരു വികല്പ നിപാതം. ഇത് ശരിയാണോ? ശരിയല്ല. നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. എങ്ങനെ പറയണം? നടക്കുവാനും സംസാരിക്കുവാനും അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ നടക്കുവാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയണമായിരുന്നു. ഉപയോഗിച്ചാൽ തോന്നണ മാതിരി ഉപയോഗിക്കരുത്. ഒന്നുകിൽ സമുച്ചയ നിപാതം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വികല്പ നിപാതം ഉപയോഗിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ അതാണ് അതിന്റെ കഥ. ഇപ്പോ കൈയും തലയും പുറത്തിടരുത് അല്ലെ? കൈയും തലയോ പുറത്തിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടി കൊടുക്കണം, അത് തെറ്റാണ് അല്ലെ? കയ്യോ തലയോ പുറത്തിടരുത് എന്ന് പറഞ്ഞാലും അത് ഓക്കെയാണ്. അപ്പോ സമുച്ചയവും വികല്പവും ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ആദ്യം ഉപയോഗിച്ച ആളെ തന്നെ പിന്നീട് ഉപയോഗിക്കാവൂ, ചുമ്മാ തോന്നുന്ന മാതിരി ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഈ വാക്യം തെറ്റായി പോയത്. കണ്ടോ? അടുത്ത നോക്കൂ. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ, എന്ത് മഴയാണത്? പെട്ടെന്നുണ്ടാകുന്നതിനെയാണല്ലോ നമ്മൾ ആകസ്മികം എന്ന് പറയുന്നത് അല്ലെ? പെട്ടെന്നുണ്ടാകുന്നതിനെയാണല്ലോ നമ്മൾ ആകസ്മികമായി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും സമാന അർത്ഥത്തിലുള്ള പദങ്ങളല്ലേ? അപ്പൊ അങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. പെട്ടെന്നുണ്ടായ മഴയിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അപ്പോ ആവർത്തിച്ച് ഒരേ അർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കരുത്. അവയെ നമ്മൾ പൗനരുക്ത്യം എന്ന് പറയും. ശരി, അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ പോകുന്നു. ഇതാ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലെ? നോക്കൂ. ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടുന്നതുപോലെ ഗ്രന്ഥമുണ്ടാക്കുവാൻ അഭ്യസിക്കുന്നവർ വാചകം എഴുതുന്നതിന്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടുന്നത് പോലെ ഗ്രന്ഥമുണ്ടാക്കുവാൻ അഭ്യസിക്കുന്നവർ വാചകം എഴുതുന്നതിന്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? കുട്ടികൃഷ്ണമാരാര്, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, CL ആന്റണി. അപ്പോ ശരിക്കും മലയാളം മെയിൻ എടുത്തു പഠിക്കുന്ന ഇല്ല കേട്ടിട്ട് 3ക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പോ ശരിയായ ഉത്തരം AR രാജരാജവർമ്മ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ
സാഹിത്യ സാഹ്യം എന്ന കൃതിക്കകത്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഗദ്യരചനയെ കുറിച്ചുള്ളൊരു പുസ്തകമായിരുന്നു ഇല്ലേ ഇത്. ഗദ്യരചനയെ സംബന്ധിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. അലങ്കാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സാഹിത്യ സാഹ്യം എന്നുള്ള പുസ്തകത്തിനകത്ത്. ധാരാളം കൃതികൾ AR എഴുതിയിട്ടുണ്ട്. ഭാഷാഭൂഷണം അല്ലെ, ഭാഷാഭൂഷണത്തിന്റെ പ്രത്യേകത എന്താ? അലങ്കാര ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ഭാഷാഭൂഷണം. വൃത്തമഞ്ജരി, മലയാളത്തിലെ വൃത്തങ്ങളെ പരിചയപ്പെടുത്തുന്ന ARന്റെ കൃതിയാണ് വൃത്തമഞ്ജരി. പിന്നെ കേരള പാണിനീയം അല്ലെ, കേരള പാണിനീയം വ്യാകരണ ഗ്രന്ഥം, ഇതൊക്കെയും AR രാജരാജവർമ്മയുടേതാണ്. അദ്ദേഹമാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നതും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതാ സിൻ എന്ന നോവൽ എഴുതിയത് ആര്? എന്താ സിന്നിന്റെ പ്രത്യേകത? 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് സിൻ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് സിൻ. ആരാണ് ഇത് എഴുതിയത്? AR രാജശ്രീ ആണോ, സാറാ ജോസഫ് ആണോ, ഹരിത സാവിത്രി ആണോ, ഷീല ടോമി ആണോ? ഹരിത സാവിത്രി. ഹരിത സാവിത്രി ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഹരിത സാവിത്രിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് മുറിവേറ്റവരുടെ പാതകൾ. മുറിവേറ്റവരുടെ പാതകൾ. എന്താ ഈ കൃതിയുടെ പ്രത്യേകത? 2022 യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഹരിത സാവിത്രിയുടെ കൃതിയാണ് മുറിവേറ്റവരുടെ പാതകൾ. തീർന്നില്ല. കുർബാൻ എന്ന പേരിൽ സമീപകാലത്ത് ഇറങ്ങിയ നോവലാണ്. കുർബാൻ എന്ന നോവൽ എഴുതിയതും ആരാണ്? ഹരിത സാവിത്രിയാണ്. വളരെ പ്രധാനപ്പെട്ടയാളാണ്. ഓക്കെ, അപ്പൊ ഷീല ടോമി എന്ന പേര് കിടക്കുന്നു. ഷീല ടോമി മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരികളിൽ ഒരാളാണ് ഷീല ടോമി. ഷീല ടോമിയുടെ വിഖ്യാതമായ ഒരു നോവൽ ഉണ്ട്. ഏതാണ് നോവൽ? വല്ലി. വല്ലി. സമീപകാലത്ത് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു നോവൽ ഉണ്ട്, ആ നദിയോട് പേരു ചോദിക്കരുത്. ആ നദിയോട് പേരു ചോദിക്കരുത്. അതും ഷീല ടോമിയുടെ നോവലാണ്. സാറാ ജോസഫിന്റെ നോവലുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ആലാഹയുടെ പെൺമക്കൾ, ഒതപ്പ് അല്ലെ, പിന്നെ നമ്മുടെ ആദി, ബുധിനി അല്ലെ. ബുധിനിക്കാണ് ഓടക്കുഴൽ അവാർഡ് സാറാ ജോസഫിന് ലഭിക്കുന്നത്. ബുധിനി ഇംഗ്ലീഷിലേക്കൊക്കെ പരിഭാഷപ്പെട്ടിട്ടുള്ള നോവലാണ്, പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ള നോവലാണ്. അപ്പൊ ഇതൊക്കെയാണ് സാറാ ജോസഫിന്റെ നോവലുകൾ. R രാജശ്രീ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളാണ് അല്ലെ. 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലും R രാജശ്രീയുടേതാണ്. പിന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട നോവലാണ് ആത്രേയകം അല്ലെ. ആത്രേയകം എന്ന നോവൽ അല്ലെ. ആത്രേയകം എന്ന നോവലും ആരുടേതാണ്? R രാജശ്രീയുടേതാണ്. ആത്രേയകത്തിലെ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. നിരമിത്രൻ, വിശാഖ തുടങ്ങിയവർ കഥാപാത്രങ്ങളായിട്ടുള്ള നോവൽ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ആത്രേയകം എന്നുള്ളതാണ്. അപ്പോ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ എത്ര ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്കാണ് പോയത് കണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം കാണുന്നു, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്ന പദമേത്? അപ്പൊ വിഭക്തി കുറി കൂടാതെയുള്ള പദയോഗമാണ് സമാസം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇപ്പൊ തലയിലെ വേദന അല്ലെ, തലയിലെ വേദന എന്നതിനെ നമ്മൾ ഈ വിഭക്തിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തലവേദന എന്ന് എഴുതുകയാണ്. തലവേദന എന്ന് എഴുതുകയാണ്. ഇതാണ് സമാസം. ഇത്രേ ഉള്ളൂ സമാസം അല്ലെ. അപ്പൊ ഈ തലവേദന എന്ന് എഴുതിയതിനെ നമ്മൾ എന്ത് പറയും? സമസ്ത പദം എന്ന് പറയും അല്ലെ. ഇങ്ങനെ വിഗ്രഹിച്ച് പിരിച്ചെഴുതുന്നതിനെ നമ്മൾ വിഗ്രഹിക്കൽ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ വിഗ്രഹിക്കുമ്പോൾ 2 പദങ്ങളാണുള്ളത്, തലയും വേദനയും. അപ്പൊ ഈ തലയെ നമ്മൾ പൂർവ്വപദം എന്ന് പറയും, വേദനയെ നമ്മൾ ഉത്തരപദം എന്നും പറയും. ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സമാസം പഠിക്കണമെങ്കിൽ ഇത്രയും മിനിമം മനസ്സിലാക്കിയിരിക്കണം ഇല്ലേ. അപ്പൊ സമാസം എന്താണ് നമുക്കറിയാം. അപ്പോ പൂർവ്വപദം, ഉത്തരപദം. ഉത്തരപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ, ഒരു പദത്തെ, ഒരു സമസ്ത പദത്തെ എടുത്താൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹ വാക്യത്തെ എടുത്താൽ അതിൽ ഉത്തരപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് തൽപുരുഷ സമാസം അല്ലെ. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നാൽ അതിനെ നമ്മൾ തൽപുരുഷ സമാസം എന്ന് പറയും. വിശേഷ്യം വിശേഷണത്തോട് ചേരുന്നത് അല്ലെ. വിശേഷ്യം വിശേഷണത്തോട് ചേരുന്നത്. വിശേഷ്യം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം. വിശേഷ്യം വിശേഷണത്തോട് ചേരുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് തൽപുരുഷ സമാസം. അപ്പൊ ഈ കാണുന്നതിൽ ലോകക്രമം ഇല്ലെ, ലോകത്തിന്റെ ക്രമം
അല്ലെ? ക്രമം എന്ന ഉത്തരപദത്തിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് ലോകക്രമമാണ് നമ്മുടെ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ജരാ നര നോക്കൂ, അല്ലെ? ജരയും നരയും, ജരയും നരയും എന്നാണ് നമുക്കതിനെ വിഗ്രഹിക്കാൻ വേണ്ടി പറ്റുക, അല്ലെ? രണ്ടും തുല്യ പ്രാധാന്യം. അങ്ങനെയുള്ള സമാസത്തെ നമ്മൾ വിളിക്കാറുണ്ട് ദ്വന്ദ്വ സമാസം, അല്ലെ? ദ്വന്ദ്വ സമാസം. രണ്ടിനും പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ദ്വന്ദ്വ സമാസം. ഇനി പൂർവപദം സംഖ്യാവാചിയായിട്ടുള്ള ശബ്ദം വന്നാൽ നമ്മൾ അവനെ വിളിക്കും ദ്വിഗു സമാസം എന്ന് വിളിക്കും, അല്ലെ? മറ്റൊരു പദത്തിനാണ് പ്രാധാന്യം. ഇതാ കണ്ടോ, പീതാംബരൻ. അന്യപദ പ്രാധാനം വന്നാൽ അതിന് നമ്മൾ ബഹുവ്രീഹി എന്നൊക്കെ വിളിക്കും. അപ്പോ സമാസം മനസ്സിലാക്കിയിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യമെങ്കിലും സമാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. അടുത്തത് നോക്കൂ, യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം ഏത്? സാധാരണ നിലയിൽ കേട്ടറ്റ് പരീക്ഷയിൽ എല്ലാവരെയും പ്രയാസത്തിലാക്കുന്ന ഒരു ഭാഗമാണ് അലങ്കാരം, അല്ലെ? ഉപമയും ഉൾപ്രേക്ഷയൊക്കെ ചോദിച്ചാൽ നമുക്ക് പിന്നെയും അറിയാം, അല്ലെ? മറ്റലങ്കാരങ്ങളിലേക്ക് പോയാൽ രൂപകവും നിദർശനയും അർത്ഥാപത്തിയും കാവ്യലിംഗവും ദീപകവും അനന്വയവും പരികരവും ഒക്കെ ചോദിച്ചാലോ പ്രയാസമല്ലേ? അപ്പൊ നോക്കൂ, യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം ഏത്? അല്ലെ? കാവ്യലിംഗമാണ് ഇവിടത്തെ അലങ്കാരം. കാവ്യലിംഗമാണ് ഇവിടത്തെ അലങ്കാരം. എന്താണ് കാവ്യലിംഗം? കാരണം, അല്ലെ? ഒരു പ്രസ്താവനയുടെ കാരണം ആ കവിതയിൽ തന്നെ, ആ വരികളിൽ തന്നെ കണ്ടിരുന്നാൽ, കാരണം പറഞ്ഞുകൊണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹേതു, അല്ലെ? ഹേതു വാക്യപദാർത്ഥങ്ങളാവുകിൽ കാവ്യലിംഗമാം എന്നാണ് കാവ്യലിംഗത്തിന് ഭാഷാഭൂഷണത്തിൽ നൽകുന്ന നിർവചനം. ഹേതു വാക്യപദാർത്ഥങ്ങളാവുകിൽ. ഹേതു എന്ന് വെച്ചാൽ എന്താ? കാരണം. യൗവനം വന്നുദിച്ചിട്ടും, കാരണം ഉണ്ടായിട്ടും ചെറുതായില്ല ചെറുപ്പം, കാര്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്കതിനെ പറയാം കാവ്യലിംഗം. കാവ്യലിംഗം എന്ന് പറയാം. അപ്പൊ അലങ്കാരങ്ങൾ, ഒരുവിധപ്പെട്ട അലങ്കാരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, മരത്തിൽ നിന്ന് താഴേക്ക് ചാടി വാക്യത്തിലെ ദ്യോതക ശബ്ദമേത്? അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിക്കാറുണ്ട്. അപ്പൊ എന്താണ് ദ്യോതകം? വാചകങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രം അർത്ഥം ലഭിക്കുന്ന, സ്വതന്ത്രമായ അർത്ഥം ഒന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ദ്യോതകം എന്ന് വിളിക്കുന്നത്. മരം അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇൽ അർത്ഥമില്ല, നിന്ന് അർത്ഥമില്ല, ഇക്കു അർത്ഥമില്ല. പക്ഷെ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ദ്യോതകം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെന്താ? വിഭക്തിയാണ്. ഇല്ല വിഭക്തിയാണ്. അപ്പോ ഇക്കു വിഭക്തിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ദ്യോതകമാണ്, ഇല്ലേ? നിന്ന് വാചകാർത്ഥങ്ങളെ പരസ്പരം ഘടിപ്പിക്കുന്നതിനു വേണ്ടി, വാച്യാർത്ഥങ്ങളെ, വാചക പദങ്ങളെ പരസ്പരം ഘടിപ്പിക്കുന്നതിനു വേണ്ടി അവയിൽ ചേർത്തിരിക്കുന്ന ദ്യോതക ശബ്ദമാണ് നിന്ന്. അപ്പൊ ദ്യോതകം മനസ്സിലാക്കിയിരിക്കണം. ദ്യോതകം പലതരത്തിലുണ്ട്. നിപാതം, അവ്യയം എന്നൊരു തരം. അവിടെ കൊണ്ടും തീരുന്നില്ല. ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം എന്ന് പിന്നെയും ദ്യോതകം പലതായി തിരിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ശരി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, നിന്ന് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കുന്ദൻ കഥാപാത്രമാകുന്ന നോവൽ ഏത്? അഭയാർത്ഥികളാണോ? മരണ സർട്ടിഫിക്കറ്റ് ആണോ? ആൾക്കൂട്ടമാണോ? മരുഭൂമികൾ ഉണ്ടാകുന്നത്, മരുഭൂമികൾ ഉണ്ടാകുന്നത് ആണോ? കുന്ദൻ കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവലാണ്. ഈ കാണുന്ന നോവലുകളെല്ലാം ആനന്ദ് എന്ന എഴുത്തുകാരന്റെ നോവലുകളാണ്, അല്ലെ? ആനന്ദ് എന്നറിയപ്പെടുന്നത് ആരാണ്? പി സച്ചിദാനന്ദനാണ്, അല്ലെ? പി സച്ചിദാനന്ദന്റെ തൂലികാനാമമാണ് ആനന്ദ്. തൂലികാനാമം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആനന്ദ് കുന്ദൻ കഥാപാത്രമാകുന്ന നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. കഥാപാത്രങ്ങൾക്കൊന്നും പേരില്ലാത്തൊരു നോവൽ ആനന്ദ് എഴുതിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരാണ് മരണ സർട്ടിഫിക്കറ്റ്. ഇനി ആൾക്കൂട്ടം, ധാരാളം കഥാപാത്രങ്ങളുണ്ട്. പ്രേം, സുന്ദർ, ജോസഫ്, രാധ, ഇങ്ങനെ നിറയെ കഥാപാത്രങ്ങളുള്ള ഒരു നോവലാണ് ആൾക്കൂട്ടം എന്ന നോവൽ. അഭയാർത്ഥികളും ആരുടേത് തന്നെ? ആനന്ദിന്റെ നോവൽ തന്നെ. ഓക്കെ, അപ്പൊ കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? മൈമുന ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. അപ്പുക്കിളി
ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. അതുപോലെ എറമുള്ളാൻ മുക്രി ഏത് നോവലിലെ കഥാപാത്രമാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിലെ കഥാപാത്രമാണ്. ബീരാൻ അല്ലെ, ബീരാൻ ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ്. ഇങ്ങനെ കഥാപാത്രങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചുടലമുത്തു തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ്. പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഇതൊക്കെ. അടുത്ത ചോദ്യം, കേശവദേവിന്റെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അയൽക്കാർ, ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, കണ്ണാടി. ഇതെല്ലാം കേശവദേവിന്റെ നോവലുകൾ തന്നെയാണ്. നോക്കാം, കേശവദേവിന്റെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അത് അയൽക്കാർ എന്ന നോവലിനാണ്. അയൽക്കാർ എന്ന നോവലിനാണ് കേശവദേവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓടയിൽ നിന്ന് അല്ലെ, സിനിമയായിട്ടുള്ള കേശവദേവിന്റെ നോവലാണ് അല്ലെ. ഓടയിൽ നിന്ന് സിനിമയായിട്ടുള്ള കേശവദേവിന്റെ നോവലാണ്. കെ സേതുമാധവനാണ് അത് സിനിമയായി സംവിധാനം ചെയ്യുന്നത്. പപ്പു കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് ഓടയിൽ നിന്ന് അല്ലെ. അപ്പൊ ഇതൊക്കെയും ദേവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ തന്നെയാണ്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരപ്പോ? മാനസിക വിശകലനവുമായി ബന്ധപ്പെട്ട അല്ലെ, അല്ലെങ്കിൽ മനോവിശ്ലേഷണ വിമർശനവുമായി ബന്ധപ്പെട്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. മലയാള വിമർശനത്തിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ധാരയാണ് മനോവിശ്ലേഷണ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിശകലന വിമർശനം. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് ഫ്രോയിഡ്, ഒന്ന് യുങ്, ഒന്ന് ലക്കാൻ അല്ലെ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഫ്രോയിഡ്, നമുക്കറിയാം. എന്നാൽ ആർക്കിടൈപ്പുകളെ കുറിച്ച് സംസാരിച്ചത് ആരാണ്? അത് CG യുങ് ആണ് അല്ലെ. മലയാളത്തിൽ നമ്മൾ പറയും ആദിപ്രരൂപങ്ങൾ അല്ലെ. മലയാളത്തിൽ ഈ ആദിപ്രരൂപങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ M ലീലാവതി അല്ലെ. ലീലാവതി ടീച്ചറാണ് ആദിപ്രരൂപങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആർക്കിടൈപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് മലയാളത്തിൽ പഠനങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരു വിമർശക അല്ലെ. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര തത്വങ്ങളെയൊക്കെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് MN വിജയൻ അല്ലെ. MN വിജയന്റെ ശീർഷാസനം മലയാള കവിതയെ കുറിച്ച് മനഃശാസ്ത്ര സമീപനപരമായിട്ടുള്ള പഠനങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന MN വിജയൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാ ചോദ്യം നിങ്ങൾ കാണുന്നു. നിങ്ങൾ പണിയെടുക്കിൻ നാവടക്കിൻ ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികൾ ഏത് കവിതയിൽ നിന്ന്? അപ്പോ കെട്ടറ്റ് പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വരികൾ തരും, കവി ഏതെന്നോ കൃതി ഏതെന്നോ ഒക്കെ ചോദിക്കും. സാധാരണ നിലയിൽ ഏറ്റവും കൂടുതലായി ചോദിച്ചിട്ടുള്ള കവികൾ ഒന്ന് ആശാൻ അല്ലെ. ആശാന്റെ നളിനിയിലെയും ലീലയിലെയും കരുണയിലെയൊക്കെ വരികൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും കൃതി ഏത്, ആരുടെ വരികൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിക്കാനുള്ള ഒരാളാണ് വൈലോപ്പിള്ളി. എത്ര പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്നു അല്ലെ. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, കന്യമാർക്ക് നവായുരാഗങ്ങൾ, കമ്രശോണ സ്ഫടിക വളകൾ, ഇതൊക്കെ ആരുടെ വരികളാണെന്നൊക്കെ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇടശ്ശേരി ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ, ആരുടെ വരികളെന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. അതുപോലെ ജി ശങ്കരക്കുറുപ്പ് അല്ലെ. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ പണിയെടുക്കിൻ നാവടക്കിൻ ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ ഏത് കവിതയിലേതാണ്? ഇത് കുറത്തി എന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ അല്ലെ, കടമ്മനിട്ട രാമകൃഷ്ണന്റെ കവിതയിലെ വരികളാണ് കുറത്തി അല്ലെ. മലഞ്ചൂരൽ മലയിൽ നിന്നും കുറത്തി എത്തുന്നു എന്നൊക്കെ പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ളൊരു കവിതയാണ്. കടമ്മനിട്ട ഈ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്നുള്ള വരികൾ, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്നുള്ള വരികളൊക്കെ ഈ കുറത്തി എന്നുള്ള കവിതയിലെ വരികളാണ്. കടമ്മനിട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കാട്ടാളൻ, കിരാതവൃത്തം, പിന്നെ ശാന്ത അദ്ദേഹത്തിന്റെ കവിതയാണ്. നഗരത്തിൽ പറഞ്ഞ സുവിശേഷം അദ്ദേഹത്തിന്റെ കവിതയാണ്. പിന്നെ മത്തങ്ങ അദ്ദേഹത്തിന്റെ കവിതയാണ് ഇല്ലേ. ഗുജറാത്ത് കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് കടമ്മനിട്ട എഴുതിയ കവിതയുടെ പേരാണ് ക്യാ
അല്ലെ? പടയണി താളത്തിൽ, പടയണിയുടെ താളത്തിൽ കവിതകൾ എഴുതിയ കവി ആര്, അല്ലെങ്കിൽ പടയണിയുടെ സംസ്കാരം തന്റെ കവിതകൾക്കകത്ത് ഉൾക്കൊള്ളിച്ച കവി ആരെന്നൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കടമ്മനിട്ട രാമകൃഷ്ണൻ എന്നുള്ളതാണ്. ഓർക്കൂലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഓഷ്ഠ്യ അക്ഷരം ഏത്? അപ്പൊ അക്ഷരമാല വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഓഷ്ഠ്യ അക്ഷരം ഏത്? അപ്പോ വർഗാക്ഷരങ്ങളെ നമ്മൾ പലതായി തിരിക്കാറുണ്ട്. കണ്ഠ്യം, താലവ്യം, മൂർധന്യം, പിന്നെ ഏതാണ്? ദന്ത്യം, ഓഷ്ഠ്യം. ഉച്ചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗാക്ഷരങ്ങളെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ഠ്യം എന്നിങ്ങനെ തിരിക്കാറുണ്ട്, 5ആയി തിരിക്കാറുണ്ട്. അപ്പോ കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളെല്ലാം ക, ഖ, ഗ, ഘ, ങ, അല്ലെ, ഇവയെല്ലാം നമ്മൾ കണ്ഠം, അല്ലെ, കണ്ഠഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അവയെ നമ്മൾ കണ്ഠ്യം എന്ന് പറയും. കവർഗാക്ഷരങ്ങളെല്ലാം കണ്ഠ്യം. ഇനി ചവർഗാക്ഷരങ്ങൾ, ഇവയെല്ലാം മൂർധാവിനും കണ്ഠത്തിനും ഇടയ്ക്കുള്ള താലു എന്ന ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതിനെ നമ്മൾ താലവ്യം എന്ന് പറയും. ഇനി ടവർഗാക്ഷരങ്ങൾ, അല്ലെ, മൂർധാവ് ഉപയോഗിച്ച്, മൂർധാവിന്റെ സഹായത്തോടു കൂടി, അല്ലെ, നമ്മള് ഉച്ചാരണ സമയത്ത് നിശ്വാസവായു പുറത്തേക്ക് വരുമ്പോ ആ മൂർധാവിന്റെ ഭാഗത്താണ് ഒരു തടസ്സം അനുഭവപ്പെടുന്നത്. ട, അല്ലെ, ട, ഠ, ഡ, ഠ, ണ ഒക്കെ പറയുന്ന സമയത്ത് മൂർധാവിലാണ് നമ്മുടെ നാവ് പോയിട്ടൊരു ഇടി കൊടുക്കുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ മൂർധന്യം എന്ന് പറയും. ഇനി ദന്ത്യം എന്താ? പല്ലിന്റെ സഹായത്തോടു കൂടി ത, ഥ, ദ, ഥ, ന ഒക്കെ പറഞ്ഞു നോക്കൂ, അല്ലെ, പല്ല്, അല്ലെ, പല്ലിന്റെ ഭാഗത്താണ് നാവ് പോയിട്ടൊരു തടസ്സം സൃഷ്ടിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ദന്ത്യം എന്ന് പറയും. ഇനി ചുണ്ടിന്റെ, അല്ലെ, പാ, ഭ, ബ, ഭ, മ എന്ന് പറഞ്ഞു നോക്കൂ, എല്ലായിടത്തും ചുണ്ടിനൊരു തടസ്സം വരുന്നുണ്ട്. ചുണ്ടടയ്ക്കാതെ പാ, ഭ, ബ, ഭ, മ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ പവർഗാക്ഷരങ്ങളെല്ലാം നമ്മൾ ഓഷ്ഠ്യാക്ഷരങ്ങൾ എന്ന് പറയും, അല്ലെ? അപ്പൊ നമ്മളോട് ചോദ്യം എന്താ? ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഓഷ്ഠ്യ അക്ഷരം ഏത് എന്നതാണ് ചോദ്യം. പവർഗത്തിൽപ്പെട്ട അക്ഷരം ഏതാണ് ഇവിടെ? പവർഗത്തിൽപ്പെട്ട അക്ഷരം ഏതാണ്? അത് മായല്ലേ? അത് മായല്ലേ? അപ്പൊ മായാണ് ഇവിടുത്തെ ഓഷ്ഠ്യ അക്ഷരം. ഓക്കെ, അപ്പോ അക്ഷരമാലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് മാത്രമല്ല ചോദിക്കാറുള്ളത്, മധ്യമങ്ങൾ ഏതൊക്കെ, പിന്നെ ഊഷ്മാക്കൾ ഏതൊക്കെ, ഘോഷിയാര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒക്കെ പഠിക്കേണ്ടതാണ്. മുന്നോട്ട് പോകുന്നു. ഇതാ, അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്നാണ്, അങ്ങനെ വായിച്ചാൽ മതി. ഉപയോഗിക്കുന്ന പദമേത്? അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദത്തെയാണ് നമ്മൾ ഉപമേയം എന്ന് പറയുന്നത്. എന്തിനെയാണോ വർണ്ണിക്കുന്നത് അതിനെ നമ്മൾ ഉപമേയം എന്ന് പറയും. എന്തുകൊണ്ടാണോ വർണ്ണിക്കുന്നത് അതിനെ നമ്മൾ ഉപമാനം എന്ന് പറയും. ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ ഉപമാവാചകം എന്ന് പറയും. ഉപമാവാചകം എന്ന് പറയും, ഇല്ലേ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, ഇല്ലേ? പോലെ എന്നതാണ് ഉപമാവാചകം. ഓക്കെ, അപ്പോ അലങ്കാരങ്ങളിൽ വർണ്ണ്യ വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദത്തെ നമ്മൾ എന്തു പറയും? ഉപമേയം എന്ന് പറയും. അടുത്ത ചോദ്യം നോക്കൂ. ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഐശ്വര്യം എന്നാണ്. ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം ഐശ്വര്യം എന്നാണ്. അപ്പോ സമാന പദങ്ങൾ, പര്യായ പദങ്ങൾ ഇവയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പുഷ്പം, ഐശ്വര്യം, ശരീരത്തിലെ അവയവങ്ങൾ, ഇല്ല, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ഇത്തരത്തിൽ അർത്ഥം അല്ലെങ്കിൽ സമാന പദം അല്ലെങ്കിൽ പര്യായ പദം എന്നുള്ള നിലയ്ക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന ഭാഗം. നമുക്ക് കുറച്ച് പ്രയാസമാണ് ഈ ഒരു ഭാഗം. കാരണം മലയാളത്തിലുള്ള എല്ലാ പദങ്ങളുടെയും പര്യായ പദങ്ങളെയും സമാന പദങ്ങളെയും ഒന്നും പരിചയപ്പെടുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ പറ്റുന്നവയെല്ലാം നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പ്രാണവായു എന്ന ചെറുകഥ എഴുതിയതാര്? എൻ പ്രഭാകരൻ, PV ഷാജികുമാർ, E സന്തോഷ് കുമാർ, അംബികാസുധൻ മങ്ങാട്. ഇവരിൽ ആരാണ് പ്രാണവായു
മന്ത്രവായു എന്ന ചെറുകഥ എഴുതിയത് എന്നതാണ് ചോദ്യം. ആരാണ് അത്? അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാടിനെ കുറിച്ച് പറയുമ്പോ ആ എൻമകജയെ കുറിച്ച് പറയാതിരിക്കാൻ പാടുണ്ടോ? പാടില്ല. എൻമകജയുടെ പ്രത്യേകത എന്താണ്? കാസർഗോഡ് ഉണ്ടായ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവലാണ് എൻമകജെ. അതുപോലെ മരക്കാപ്പിലെ തെയ്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ബിജു സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് വലിയ ചിറകുള്ള പക്ഷി, അല്ലെ? വലിയ ചിറകുള്ള പക്ഷി. അങ്ങനെ നിരവധി ഡാറ്റാസ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സന്തോഷ് കുമാറിനെ നോക്കിയേ, അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ, അല്ലെ? തപോമയിയുടെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്, അല്ലെ? അപ്പോ നിർബന്ധമായും ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പൊ പ്രാണവായുവിന് ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ്. അപ്പോ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ കിട്ടിയ റാം കെയർ ഓഫ് ആനന്ദിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യം വരുന്നുണ്ട്, അല്ലെ? അതുപോലെ ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം. ഈ പുരസ്കാരങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒരു പരീക്ഷയ്ക്കൊരു 5-6 കൊല്ലം മുൻപ് വരെയുള്ള അവാർഡുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അനുപ്രയോഗമേത്? അതായത് ഒരു ക്രിയയെ സഹായിക്കുന്നതിനു വേണ്ടി അതിനുശേഷം ചേർക്കുന്ന അപൂർണ ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അനുപ്രയോഗമേത്? അവൻ പോകട്ടെ, അവൾ പറഞ്ഞുപോയി, നാളെ നിങ്ങൾ വരണം, പൂക്കൾ വിടരുന്നു. അല്ലെ? അപ്പൊ എന്താണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറഞ്ഞു? ഒരു അപൂർണക്രിയയെ സഹായിക്കുന്നതിനു വേണ്ടി അതിന് ശേഷമായി ചേർക്കുന്ന, അതിന്റെ കൂടെ, അനു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കൂടെ, അതിന്റെ കൂടെ ചേർക്കുന്ന ഒരു അപൂർണ വാക്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുപ്രയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ക്രിയയെ സഹായിക്കുന്ന അപൂർണ ക്രിയകൾ എവിടെയാണ് വരുന്നത്? ഇതാ, അവൾ പറഞ്ഞു പോയി, ഞാൻ കള്ളം പറഞ്ഞു പോയി, കള്ളം പറഞ്ഞു എന്നല്ല, കള്ളം പറഞ്ഞു പോയി, ചെയ്തു കൊള്ളാം, ചെയ്തു എന്നല്ല, അല്ലെങ്കിൽ ചെയ്യാം എന്നല്ല, ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? അനുപ്രയോഗം എന്നു പറയാം. അപ്പൊ അനുപ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. അനുപ്രയോഗത്തിന് ധാരാളം ഉപവിഭാഗങ്ങളുണ്ട്. ഭേദകാനുപ്രയോഗം, കാലാനുപ്രയോഗം എന്നൊക്കെ പറയുന്ന ഉപവിഭാഗങ്ങൾ അനുപ്രയോഗത്തിനുമുണ്ട്. ഭേദകാനുപ്രയോഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയതാര്? മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം പി പവിത്രനാണോ, PM ഗിരീഷാണോ, MN കാരശ്ശേരിയാണോ, K സേതുരാമനാണോ? ഇല്ലേ? അപ്പോ മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയത് K സേതുരാമനാണ്. അപ്പൊ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള കൃതികളെ മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളി ഒരു ജനിതക വായന. അതുപോലെ പി പവിത്രന്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം, അല്ലെ? PM ഗിരീഷിന്റെ അധികാരവും ഭാഷയും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. നിർബന്ധമായിട്ട് ഓർക്കാൻ ശ്രമിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പദശുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? രക്ഷകർത്താവ്, നിശ്ചലം, പ്രവൃത്തി, അടിമത്തം. ഏതാണ് ശരിയായ പദം? 2 പദങ്ങൾ ഇവിടെ ശരിയായിട്ടുണ്ട്, അല്ലെ? പ്രവൃത്തി ശരിയാണ്. സാധാരണ നിലയിൽ നമ്മളിത് തെറ്റിച്ചെഴുതാറുണ്ട്. പ്രവർത്തി എന്ന് എഴുതാറുണ്ട്, അല്ലെ? പ്രവർത്തി എന്ന് എഴുതിയാൽ അത് തെറ്റാണ്, പക്ഷെ പ്രവൃത്തി എന്ന് എഴുതിയാൽ അത് ശരിയാണ്. അടിമത്തം, ഇതും ശരിയാണ്, അല്ലെ? സാധാരണ നിലയിൽ നമ്മൾ തെറ്റിച്ചെഴുതാറുണ്ട്. എങ്ങനെ? അടിമത്വം എന്ന് എഴുതാറുണ്ട്, അത് തെറ്റാണ്. അടിമത്തം ശരിയായ പദമാണ്. ശരി, അടുത്ത നോക്കൂ. രക്ഷകർത്താവ്, ഇത് തെറ്റാ. എന്തുകൊണ്ടാണ് രക്ഷകർത്താവ് തെറ്റാവുന്നത്? രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ്. രക്ഷാകർത്താവാണ് ശരിയായ പ്രയോഗം. നിശ്ചലമല്ല, നിശ്ചലം.
നിശ്ചലം. നിശ്ചലം ആണ് ശരിയായ പ്രയോഗം. ഓക്കെ, ശരിക്കും പരീക്ഷ പേപ്പറിൽ പ്രവൃത്തി എന്ന് തന്നെ ആയിരുന്നു തന്നിരുന്നത് കേട്ടോ. പ്രവൃത്തി എന്ന് തന്നെ ആയിരുന്നു. ശരിയായ പ്രയോഗം പ്രവൃത്തി എന്നാണ്. ശരിയായ പ്രയോഗം പ്രവൃത്തി എന്നാണ്. അപ്പൊ ഇത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. ഈ രക്ഷകർത്താവൊക്കെ സ്ഥിരം ചോദ്യമാണ്. പ്രവൃത്തി അടിമത്തൊക്കെ സ്ഥിരം ചോദ്യമാണ് അല്ലെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പദങ്ങൾ അല്ലെ. വിദ്യുത് ശക്തി സ്ഥിരം ചോദിക്കാറുണ്ട്. അന്തഃഛിദ്രം സ്ഥിരം ചോദിക്കാറുണ്ട് അല്ലെ. ജഗദീശ്വരൻ ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള പദങ്ങളാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ അടുത്ത ചോദ്യം അവധാരണം എന്ന ഭാഗമാണില്ലേ. ഒരു ഗദ്യഭാഗവും ഒരു പദ്യഭാഗവും നമുക്ക് തരും. എന്നിട്ട് അവയായിട്ട് ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ വീതം നമുക്ക് തരും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് അവയുടെ ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തണം. എല്ലാ പരീക്ഷകൾക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ പലർക്കും തെറ്റിപ്പോവാറുണ്ട് ഈ ഒരു ഭാഗം ഇല്ലേ. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ടിപ്പ് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ശരി, ഇതാ മനസ്സ് ശരീരം എന്ന് ദക്കാർത്തേയൻ വിഭക്തി മനസ്സിന്റെ ഉൽപ്പന്നം എന്നൊക്കെ പറയുന്ന ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ. ഇതൊക്കെയാണ് ഭാഗം. ഒന്നാമത്തെ ചോദ്യം, കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നത് ആര്? ഇതെവിടെയുള്ളതാ? ഈ വാക്യത്തിനകത്തുള്ളതാണ് അല്ലെ. ഈ വാക്യത്തിനകത്തുള്ള ഭാഗമാണ്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചോദ്യത്തിൽ വരുന്ന ആ ഭാഗത്തെ ചോദ്യ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കണ്ടോ, പഠനങ്ങൾ നടത്തുന്നത് ഇത് നമ്മൾ കണ്ടു അല്ലെ. അപ്പോ ഇവിടെ മുഴുവൻ ഇത് മുഴുവൻ വായിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ആശയലോകത്ത് മാത്രം വിഹരിക്കുന്നവരാണ് ബാഹ്യലോകവുമായുള്ള ബന്ധം നിഷേധിച്ച് കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പരിസ്ഥിതി പ്രവർത്തകർ, വനശാസ്ത്രജ്ഞന്മാർ, ആശയം പ്രധാനമായി കരുതുന്നവർ, ആശയ ലോകത്ത് മാത്രം വിഹരിക്കുന്നവർ. അപ്പൊ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തു പോയാൽ നമുക്ക് എളുപ്പ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മാത്രമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. അപ്പോ ചോദ്യം ആദ്യം പാസേജ് വായിക്കുക, then അങ്ങോട്ട് പോവാ, ചോദ്യങ്ങളിലേക്ക് പോവാ. ചോദ്യങ്ങളിലെ അതേ വാക്യങ്ങൾ നമ്മുടെ പാസേജിൽ വന്നിട്ട് ഗദ്യഭാഗത്ത് വന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം വളരെ വേഗം കിട്ടും. ആശയ ലോകത്ത് മാത്രം വിഹരിക്കുന്നവർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. പാഠാധിഷ്ഠിതം വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാഠാധിഷ്ഠിതം വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാഠത്തിന്റെ അധിഷ്ഠിതം എന്നാണോ, പാഠവും അധിഷ്ഠിതവും എന്നാണോ, പാഠം പോലെ അധിഷ്ഠിതം എന്നാണോ, പാഠത്താൽ അധിഷ്ഠിതമായത് എന്നാണോ? ആ ചോദ്യ പേപ്പറിന്റെ ഉത്തരസൂചിക അനുസരിച്ച് പാഠത്താൽ അധിഷ്ഠിതമായതായിരുന്നു ശരി. എന്നാൽ പാഠാധിഷ്ഠിതം പാഠത്തിൽ അധിഷ്ഠിതമായതാണ്. പാഠത്തിൽ അധിഷ്ഠിതമായതാണ് പാഠാധിഷ്ഠിതം. അന്ന് ചോദ്യ പേപ്പറിനകത്ത് ഒരു എറർ ഉണ്ടായിരുന്നു, അത് ഇതാണ് കേട്ടോ. ശരി, അപ്പൊ പാഠത്തിൽ അധിഷ്ഠിതമായതാണ് പാഠാധിഷ്ഠിതം. ഓക്കെ, അടുത്ത ചോദ്യം. പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ചാണ്? ഇതും നമ്മുടെ പാസേജിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണോ, ഭാഷയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിച്ചാണോ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെ കുറിച്ചാണോ, പ്രകൃതിയുടെ പാരസ്പര്യ നിഷേധത്തെ കുറിച്ചാണോ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെ കുറിച്ച്. ആ പാസേജ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അടുത്ത ചോദ്യം. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? മനസ്സിനെയാണോ, ഭാഷയെയാണോ, ചിന്തയെയാണോ, ആശയങ്ങളെയാണോ? അല്ലെ, ഭാഷയെ 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 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നിങ്ങൾ കാണുന്നു. യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും നഷ്ടമാകുന്നത് ആർക്ക് എന്നതാണ് ചോദ്യം. യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും നഷ്ടമാകുന്നത് ആർക്ക്? സമൂഹ ഭാഷയ്ക്കാണോ, സ്വയം പാഠമെന്ന് സ്ഥലമായി മാറുന്ന ഭാഷയ്ക്കാണോ, അതോ ജൈവബന്ധം നഷ്ടപ്പെട്ട പ്രകൃതിക്കാണോ, പാഠത്തെയും സ്ഥലത്തെയും ഉൾക്കൊള്ളുന്ന ഭാഷയ്ക്കാണോ? ശരിയായ ഉത്തരം സ്വയം പാഠമെന്ന് സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക് എന്നുള്ളതാണ് ശരിയായ
ഉത്തരം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, പാസേജിൽ പോവുക, പാസേജിൽ നമ്മുടെ ചോദ്യത്തിൽ കാണുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യുക, ശരിയായ ഉത്തരത്തിലേക്ക് എത്തുക. ഇതാണ് നമുക്ക് അവിടുത്തെ ഒരു രീതി. അപ്പൊ ഒന്ന് ഗദ്യ അവതാരണാണ്, രണ്ട് പദ്യ അവതാരണാണ്. ഒരു പദ്യഭാഗം തരും, എന്നിട്ട് അതിൽ നിന്ന് പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ഇവിടെയും സമാന ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി അല്ലെ. ചോദ്യം വായിക്കുക, ആദ്യം കവിതാഭാഗം വായിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കവിതാഭാഗങ്ങളെ പൊതുവിൽ പരീക്ഷയ്ക്ക് തരാറുള്ളൂ, അത്ര ടൈറ്റ് ആയിട്ടുള്ളതൊന്നും നമുക്ക് തരില്ല കേട്ടോ. ശരി, അപ്പോൾ ഈ കവിതാഭാഗം വായിച്ചതിന് ശേഷം പരമാവധി മനസ്സിലാക്കാൻ നോക്കുക. ഇനി സപ്പോസ് മനസ്സിലായില്ല എന്നിരിക്കട്ടെ, നേരെ ചോദ്യങ്ങളിലേക്ക് പോവുക. ചോദ്യങ്ങളിൽ കാണുന്ന അതേ വരികൾ കവിതാഭാഗത്തുണ്ടെങ്കിൽ അവ അണ്ടർലൈൻ ചെയ്യുക. അവ അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്കാം. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും, കറ പിടിച്ചുരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും, ചിറകു നിർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണൊരു ഏകാന്തരോദനം, സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെ എന്നുള്ള വരികൾ ഇങ്ങനെ തന്നിരിക്കുന്നു അല്ലെ. വരികൾ ജസ്റ്റ് ഒന്ന് ആദ്യം വായിച്ചു നോക്കുക. ദെൻ നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. ഹൃദയരേഖകൾ നീളുന്നത് എന്തിന് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഹൃദയരേഖകൾ നീളുന്നത് എന്തിന്? ഏകാന്തത രോദനത്തിനായി, ഓർമ്മകൾ തേടി, എല്ലാം മറക്കുന്നതിനായി, കവിത വായിക്കുന്നതിനായി. എന്തിനാണ്? ഓർമ്മകൾ തേടി എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. വരണ്ടുപോയത് എന്താണ് അല്ലെ? പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും എന്നൊക്കെ അല്ലേ കവിതയിൽ പറയുന്നത്. അപ്പൊ വരണ്ടുപോയത് ഇവിടെ തന്നെ ഉണ്ടാവണല്ലോ. കവിത പോലും വരണ്ടുപോയെങ്കിലും അല്ലെ. അപ്പൊ വരണ്ടുപോയത് ആരാണ്? അത് കവിതയാണ് അല്ലെ. കവിതയാണ് ശരിയായ ഉത്തരം. അടുത്ത നോക്കൂ. പൊൻചെമ്പകം പൂത്ത കരൾ എന്ന പ്രയോഗത്തിന്റെ ആശയം എന്ത്? പൊൻചെമ്പകം പൂത്ത കരൾ എന്ന പ്രയോഗത്തിന്റെ ആശയം എന്താണ്? പ്രണയാർദ്രമായ മനസ്സ് എന്നാണോ? പ്രേമം നഷ്ടപ്പെട്ട മനസ്സ് എന്നാണോ? രോഗാർദ്രമായ മനസ്സ് എന്നാണോ? ചെമ്പകത്തെ സ്നേഹിച്ച മനസ്സ് എന്നാണോ? പ്രണയാർദ്രമായ മനസ്സ്. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും എന്നല്ലേ. പ്രേമാർദ്രമായിരുന്ന മനസ്സ്, പ്രേമാർദ്രമായ മനസ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത നോക്കൂ. ഈ കാവ്യഭാഗത്ത് പ്രകടമാകുന്ന പ്രധാന ഭാവമേത്? സന്തോഷം, അപകർഷത, വിരഹം, അസംതൃപ്തി. ആരാണ്? വിരഹം അല്ലെ. വിരഹമല്ലേ, വിരഹമല്ലേ അല്ലെ. പൂർവ്വകാല പ്രണയത്തെ ഓർത്ത് തന്റെ വിരഹ ദുഃഖം അദ്ദേഹം പങ്കുവയ്ക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. ഈ വരികളിൽ പ്രകടമാകുന്ന ആശയം എന്ത്? നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. ഈ വരികളിൽ പ്രകടമാകുന്ന ആശയം എന്ത്? നോട്ടത്താൽ മനസ്സുമടുത്തു, സൂര്യപ്രകാശത്താൽ മരങ്ങൾ പൂത്തു, നോട്ടത്താൽ മരച്ചില്ലകൾ പൂത്തു, നോട്ടത്താൽ ഹൃദയം സന്തോഷഭരിതമായി. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും, നോട്ടത്താൽ ഹൃദയം സന്തോഷഭരിതമായി. ഇതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അപ്പൊ ഇങ്ങനെ അവതാരണം എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ടെക്നിക്ക് ഇതാണ്. ഒന്ന്, പാസേജോ കാവ്യഭാഗമോ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആദ്യം വായിക്കുക, മനസ്സിരുത്തി വായിക്കുക അല്ലെ. ദെൻ ചോദ്യങ്ങൾ നോക്കുക. ചോദ്യങ്ങളിൽ കാണുന്ന അതേ വരികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, പിന്നെയും ചോദ്യങ്ങളിലേക്ക് പോവുക അല്ലെ. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് വായിച്ച് ശരിയായ ഉത്തരം നമുക്ക് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു PYQ അനാലിസിസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് അതിന്റെ ഉപചോദ്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു ചോദ്യത്തിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് ഇനി ഉണ്ടാക്കാൻ പറ്റുക എന്ന് കണ്ടുപിടിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എത്ര ചോദ്യങ്ങളാണോ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്, എത്ര ചോദ്യങ്ങളാണോ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും നല്ലതാണ് ഏതൊരു പരീക്ഷയും ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ആശംസകൾ. നന്ദി.